പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം നമ്മിൽ ഉണ്ടാകും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:5 യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇസ്രായേലിലെ ഗുരുവായിരുന്നിട്ടും നിക്കോദേമോസിന് യേശു പറഞ്ഞത് മനസ്സിലായില്ല. തുടർന്ന് 8-ാം തിരുവചനത്തിൽ യേശു പറയുകയാണ്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിനെ കാറ്റിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാറ്റിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു, കാറ്റിനെ അനുഭവിക്കാൻ സാധിക്കുന്നു, എന്നാൽ കാറ്റിനെ നാം കാണുന്നില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ നാം കാണുന്നില്ല, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ആ ശബ്ദം കേൾക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നു, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നാം ശക്തി പ്രാപിക്കുന്നതും ധൈര്യം പ്രാപിക്കുന്നതും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവവചനങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് അറിയാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പ്രത്യാശയിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമ 5:5 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 7:35 യേശു പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 4:14 യേശു പറയുന്നു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. യോഹന്നാൻ 16:8 തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നമുക്ക് പാപബോധവും പശ്ചാത്താപവും അനുതാപവും എല്ലാം നമ്മിൽ ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പോഴാണ് നമ്മിൽ വീണ്ടും ജനനം നടക്കുന്നത്. യോഹന്നാൻ 14:26 യേശു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. മാത്രമല്ല, വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് പ്രദാനം ചെയ്യുന്നതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുവാനായിട്ട് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.